ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. ബാബുൻ ഫി തൗബത്തി, തൗബയിൽ പറയുന്ന അധ്യായമാണ് തൗബ. ഖാലൽ ഉലമാഉ, തൗബ എന്ന് പറഞ്ഞാൽ നമുക്ക് പശ്ചാത്താപം എന്ന് പറയാം. പണ്ഡിതന്മാർ പറഞ്ഞു, അത്തൗബത്തു, തൗബ ചെയ്യൽ, വാജിബത്തുൻ, നിർബന്ധമാണ്, മിൻ കുല്ലി ദംബിൻ, എല്ലാ ദോഷങ്ങൾക്കും. എന്ത് ദോഷം ചെയ്താലും തൗബ ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ ദോഷം രണ്ട് രൂപത്തിൽ നമുക്ക് പറയാം. ഫൈൻ കാനത്തിൽ മഅസിയത്തു, അപ്പോൾ ദോഷമായാൽ, ബൈനൽ അബ്ദി, അടിമയുടെയും ബൈനല്ലാഹി തആല, അല്ലാഹു തആലയുടെയും ഇടയിലാണ്. അള്ളാഹുവിനോട് ചെയ്ത പാപാണ്, അല്ലാഹു തആല പറഞ്ഞത് കേട്ടില്ല, ആ രൂപത്തിലുള്ള തെറ്റാണ്. വലാ തതഅല്ലഖു, ആ ദോഷം ബന്ധിക്കുന്നില്ല, ബിഹഖി ആദമിയൻ, മനുഷ്യന്റെ അവകാശവുമായി, മനുഷ്യരുമായി ബന്ധപ്പെട്ട അവകാശവുമായി ഒരു ബന്ധവുമില്ല. ഒരു മനുഷ്യന് ഗൈബത്ത് പറഞ്ഞതല്ല, ഒരു മനുഷ്യനെ ആക്രമിച്ചതല്ല, ഒരു മനുഷ്യനെ കടം വാങ്ങി പറ്റിച്ചതല്ല. അങ്ങനെ അള്ളാഹുവിനോട് ബന്ധിക്കുന്ന രൂപത്തിലുള്ള തെറ്റാണ്, ഒരു മനുഷ്യനോട് ബന്ധപ്പെടുന്ന രൂപത്തിലുള്ള തെറ്റല്ല. ഫലഹ, അങ്ങനെയുള്ള തൗബക്കുണ്ട് സലാസത്തു ഷുറൂത്തിൻ, 3 നിബന്ധനകളുണ്ട്. അങ്ങനെയുള്ള തൗബക്ക് 3 നിബന്ധനകളുണ്ട്. അപ്പോൾ തൗബ വാജിബാണ്, നിർബന്ധമാണ്. എല്ലാ തെറ്റിനും തൗബ ചെയ്യൽ നിർബന്ധമാണ്. പാപം സംഭവിച്ചു കഴിഞ്ഞാൽ തൗബ ചെയ്യണം. ഇനി ദോഷം അടിമയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലാണ്, മനുഷ്യരുടെ അവകാശവുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള ദോഷമാണ് എങ്കിൽ അതിന് 3 ഷർത്തുകളുണ്ട്. ഒന്ന്, അഹദുഹ അൻ യുഖ്ലിഅ, അവൻ പിന്തിരിയലാണ്, അനിൽ മഅസിയത്തി, തെറ്റുകളെ തൊട്ട് പിന്തിരിയ, ദോഷത്തെ തൊട്ട് പിന്തിരിയ. ദോഷത്തെ തൊട്ട് പിന്തിരിയാൻ, ഇപ്പൊ ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നിർത്തുക, രാജിയാവുക, ദോഷത്തിന് തൊട്ട് രാജിയാവുക. അപ്പൊ പ്രസന്റ് ടെൻസിലുള്ളതാണത്. ദെൻ സെക്കൻഡ്, വസാനി അൻ യന്തമ, അവൻ ഖേദിക്കുക, അലാ ഫിഅലിഹ, ചെയ്ത പാപം, ദോഷം ചെയ്തതിൻ്റെ മേൽ ഖേദം പ്രകടിപ്പിക്കുക. എൻ്റെക്കൊന്നൊരു ദോഷം സംഭവിച്ചല്ലോ, അതിൽ ഖേദം പ്രകടിപ്പിക്കുക. അപ്പം അത് പാസ്റ്റ് ടെൻസായി. ദെൻ ഒരു ടെൻസ് ബാക്കിയുണ്ട്, ഫ്യൂച്ചർ, ഭാവി കാലം. വസാലിസു, മൂന്നാമത്തത്, അയ്യഅസിമ, അവൻ ദൃഢ നിശ്ചയമെടുക്കുക, പ്രതിജ്ഞ എടുക്കുക, അല്ല യഊദ, അവൻ മടങ്ങുകയില്ല, ഇലൈഹ, ദോഷത്തിലേക്ക്, അപ്പോൾ തന്നെ ഒരിക്കലും മടങ്ങൂല എന്ന് ദൃഢമായി പ്രതിജ്ഞ എടുക്കുക, ദൃഢവിശ്വാസം എടുക്കുക, ദൃഢമായ പ്രതിജ്ഞ എടുക്കുക, ഉറച്ച തീരുമാനമെടുക്കുക. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളിൽ നിന്നും ഒഴിവാകുക, പിന്തിരിയുക, കഴിഞ്ഞുപോയ ദോഷങ്ങളുടെ മേൽ ഖേദം പ്രകടിപ്പിക്കുക, ഇനി ഭാവിയിൽ ഒരിക്കലും ദോഷത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയില്ല, ദോഷം ചെയ്യുകയില്ല എന്നവൻ ഉറച്ച തീരുമാനമെടുക്കുക. ഈ 3 തീരുമാനവും ഈ 3 നിബന്ധനകളും ഉണ്ട്. ഫഇൻ ഫുഖിദ അഹദു സലാസത്തി, ഈ 3 എണ്ണത്തിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ, ലം തസ്ഹ തൗബത്തു, അവൻ്റെ തൗബ സ്വഹീഹ് ആവൂല, ശരിയാവൂല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? 1 2 3 ജുമാന. ഫൈസ, കാശിഫാക്ക് ഒരു മെസ്സേജ് അയക്ക് വാട്സാപ്പിൽ, അവള് ജോയിൻ ചെയ്തിട്ടുണ്ടോ നോക്ക്, ജോയിൻ ചെയ്യാൻ പറ, പേഴ്സണലായിട്ട് കേട്ടോ. ദെൻ അപ്പോൾ ഈ 3 ഷർത്തുകളിൽ ഒന്ന് ഇല്ല എങ്കിൽ അവൻ്റെ തൗബ സ്വഹീഹ് ആവുകയില്ല. ദെൻ അടുത്തത്,
അപ്പോൾ അവിടെ ഒന്ന് ബാക്കിയുണ്ട്. വൈൻ കാനത്തിൽ മഅസിയത്തു, ഇനി ദോഷമായാൽ തതഅല്ലഖു, അത് ബന്ധിക്കുന്നതാണ്, ബി ആദമിയൻ, മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്, മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഫശുറൂത്തുഹ അർബഅത്തുൻ, അതിന് 4 ഷർത്തുകളാണ്. മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റാണ്, ദോഷമാണ് എങ്കിൽ അതിന് 4 നിബന്ധനകളുണ്ട്. 1, 2, 3. ഈ 3 അതിപ്പോൾ പറഞ്ഞ 3. ആദിഹി സലാത്തത്തു, ഈ 3 ഒന്ന്. അപ്പോൾ അതിൽ എന്തായി? 3 1 ബാക്കി പറഞ്ഞാൽ മതിയല്ലോ. 3 ഷർത്തുകളുണ്ട്. അടുത്തത് 4-മത്തത് വഅൻ യബ്റഅ, അവൻ ഒഴിവാകലാണ്, മിൻ ഹഖി സ്വാഹിബിഹ, അതുമായി ബന്ധപ്പെട്ട ആളുടെ ബാധ്യതയിൽ നിന്നും ഒഴിവാകുക. എന്താണോ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഇവൻ ഉള്ളത്, ആ ഒരു ബാധ്യത, അതിൽ നിന്നും ഒഴിവാകുക. അപ്പോൾ 4 ഷർത്തുകളുണ്ട്. നേരത്തെ പറഞ്ഞ 3 പിന്നെ 1 അധികം. എന്താണ് അവനുമായി ഉള്ള ബാധ്യത, ബന്ധപ്പെട്ട ആളുമായി എന്തു ബാധ്യതയാണുള്ളത്, അതാണ് അതൊന്ന് ഒഴിവാക്കുക. ഫൈൻ കാനത്ത് മാലൻ ഔ നഹ്വഹു, ഇനി ആ ബാധ്യത എന്തായി? സമ്പത്താണ്, സാമ്പത്തികമായ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഔ നഹ്വഹു, അത് സമ്പത്ത് പോലത്തെ നമുക്ക് മടക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്നാൽ റദ്ദഹു ഇലൈഹി, അവനക്കത് മടക്കി കൊടുക്കണം. അവനെന്ത് ചെയ്യണം? അത് മടക്കി കൊടുക്കണം. അപ്പോൾ സാമ്പത്തികമായ മറ്റോ ഉള്ള ബാധ്യതയാണെങ്കിൽ അത് വീടണം, അത് വീട്ടി കൊടുക്കണം. വൈൻ കാനത്ത് ഹദ്ദ ഖദ്ഫിൻ, ആരോപണവുമായി ബന്ധപ്പെട്ടതാണ്, ആരോപണവുമായി ബന്ധപ്പെട്ട ശിക്ഷയുമായി ബന്ധപ്പെട്ടതാണ്, ഒരാളെക്കുറിച്ച് അപവാദം പറഞ്ഞ് നടന്നതാണ് എങ്കിൽ, വനഹബു, അതുപോലത്തതാണെങ്കിൽ മക്കനഹു മിൻഹു, അവൻ ശിക്ഷാ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഔ ത്വലബ അഹ്വഹു, അവൻ്റെ പൊരുത്തം തേടണം. ഞാൻ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് നടന്നു, അത് നീ എനിക്ക് പുറത്തു തരണം, അല്ലെങ്കിൽ അതിനെന്താണോ ഇസ്ലാമിക കോടതി ശിക്ഷ നടത്തുന്നത് അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പോയിട്ട് എന്ത് ചെയ്യണം? അത് ഏറ്റെടുക്കുകയും വേണം. ഇനിയോ വൈൻകാനത്ത് ഗീബത്തൻ, എന്താ പറയുക, പരദൂഷണവുമായി ബന്ധപ്പെട്ട പറഞ്ഞത്. പരദൂഷണം, മറ്റവൻ്റെ കുറ്റവും കുറവും ഇങ്ങനെ പറഞ്ഞു നടന്നാണ്. എന്നാൽ ഇസ്തഹല്ലഹു മിൻഹ, അതിൽ നിന്നും അവൻ ആ വിഷയം പൊരുത്തം തേടണം. ഗീബത്തിൽ നിന്നും അവൻ പൊരുത്തം തേടണം, പൊരുത്തം വാങ്ങണം. അപ്പോൾ മറ്റവൻ്റെ അടുത്ത് പറയണം, ഞാൻ നിന്നെക്കുറിച്ച് ഗീബത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ അത് എനിക്ക് എന്ത് ചെയ്യണം? അഫു ചെയ്തു തരണം, വിട്ടുവീഴ്ച ചെയ്തു തരണം, നീ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താ കാശിഫ് പറഞ്ഞേ? നമ്മുടെ ഗ്രൂപ്പില് കമർ ഉസ്താദ് മെസ്സേജ് അയച്ചപ്പോൾ ആദ്യം പ്രതികരിച്ചത് കാശിഫാണ്. അപ്പോൾ പങ്കെടുക്കുന്നില്ല എന്നുള്ള രൂപത്ത് പ്രതികരിച്ചതാണോ? അല്ല അല്ലേ? അപ്പോൾ ഗീബത്താണ് എങ്കിൽ അത് അവനോട് പറഞ്ഞ് അതിൻ്റെ പൊരുത്തം വാങ്ങണം. അപവാദം, ആരോപണം പറഞ്ഞ് നടന്നതാണെങ്കിൽ അവൻ്റെ പൊരുത്തം തേടി, അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഇനി സാമ്പത്തികമായോ മറ്റോ ബാധ്യതയാണെങ്കിൽ അത് വീടണം, അത് ഇവൻ കൊണ്ടുപോയി തിരിച്ചു മടക്കി കൊടുത്ത് അതിൽ നിന്നും മുക്തി നേടണം. ഇങ്ങനെ 4 നിബന്ധനകളാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ. വയജിബു, നിർബന്ധമാണ്, അയ്യത്തൂബ,
അവൻ തൗബ ചെയ്യൽ. മിൻ ജമീഇ ദുനൂബി, മുഴുവൻ ദോഷങ്ങളിൽ നിന്നും തൗബ ചെയ്യൽ നിർബന്ധമാണ്. എല്ലാ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്യണം. ഫൈൻ താപമീൻ ബഅദിഹ, ഇനി അല്പം ചില ദോഷങ്ങളിൽ നിന്നാണ് തൗബ ചെയ്തത് എങ്കിൽ, എല്ലാ ദോഷങ്ങളിൽ നിന്നും തൗബ ചെയ്തില്ല, ചില ദോഷങ്ങളിൽ നിന്നാണ് തൗബ ചെയ്തത് എങ്കിൽ സ്വഹത്ത് തൗബത്തുഹ, ചിലതിൽ അവൻ്റെ തൗബ സഹീഹാകും. ഇൻദ അഹ്ലിൽ ഹഖ്, പണ്ഡിതന്മാരുടെ അടുക്കൽ ചില ആളുകൾക്ക് ചില തൗബയാണ്, ചില വിഷയത്തിലാണ് തൗബ ചെയ്തത് എങ്കിൽ അപ്പം ചില വിഷയത്തിൽ ആ തൗബ സ്വഹീഹാകും. മിൻ ദാലിക ദംബി, ആ ചെയ്ത തൗബ ഉണ്ടല്ലോ, ഒരാൾക്ക് 10 ദോഷം ഉണ്ടെന്ന് വിചാരിക്കുക, 5 എണ്ണത്തിൽ നിന്ന് ഒരാൾ തൗബ ചെയ്തു. അപ്പോൾ പണ്ഡിതന്മാർ ഹക്കിൻ്റെ അഹ്ലുകാർ പറയുന്നത് 5 എണ്ണത്തിലാണ് ചെയ്തെങ്കിൽ 5 എണ്ണത്തിൽ ശരിയാകും. ബക്കിയ അലിഹിൽ ബാക്കി ഓൻ്റെ മേൽ ബാക്കിയാവും. ബാക്കി എത്ര 5 എണ്ണം, അത് അതിന് വീണ്ടും തൗബ ചെയ്യണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുഴുവൻ ദോഷങ്ങൾക്കും തൗബ ചെയ്യണം. കുറച്ച് ദോഷങ്ങൾക്കാണ് തൗബ ചെയ്തത് എങ്കിൽ അതിൽ ആ തൗബ സ്വഹീഹാകും. ബാക്കിയുള്ളത് ഓൻ്റെ മേൽ ബാക്കി ഉണ്ടാവും, ബാക്കിയുള്ളത് തൗബ ചെയ്യണം. അപ്പം തൗബയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എല്ലാ ദോഷങ്ങളും തൗബ ചെയ്യാൻ നിർബന്ധമാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ദോഷമാണ്, മനുഷ്യരുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ, മനുഷ്യനുമായി അതിലൊരു ബാധ്യതയും ഇല്ല എങ്കിൽ, മനുഷ്യനോടൊരു ബാധ്യതയും വീട്ടാനില്ല എങ്കിൽ 3 നിബന്ധനയാണുള്ളത്. 1, ദോഷങ്ങളിൽ നിന്നും പിന്തിരിയണം. 2, കഴിഞ്ഞുപോയ ദോഷങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കണം. ഭാവിയിൽ ഇനി ദോഷങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കണം. എന്നാൽ അടിമയുമായി ബന്ധപ്പെട്ട ദോഷമാണ് എങ്കിൽ ഒരു നിബന്ധന കൂടി ഇതിന് പുറമെ എക്സ്ട്രാ അഡീഷണൽ ഉണ്ട്. 1, അടിമയുമായി ബന്ധപ്പെട്ട എല്ലാ ബാധ്യതകളും വീടണം. ക്ലിയർ അല്ലേ? ഇനി തൗബ എന്താണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മറന്നു പോകരുത്. ഇത് നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അടുത്തത് വഖദ് തവാഹറത്ത് ദലായിലുൽ കിതാബി, അൽ കിതാബ് എന്ന് പറഞ്ഞ ഖുർആൻ, വസുന്നത്തി ഹദീസ്, ഇജ്മാഉൽ ഉമ്മ, ഉമ്മത്തിൻ്റെ ഏകോപനം. അപ്പോൾ ഖുർആന് ഹദീസ് നമ്മുടെ സമുദായത്തിൻ്റെ ഏകോപനം, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വ്യക്തമായിരിക്കുന്നു. വ്യക്തമായ തെളിവുകൾ ഖുർആനിലുമുണ്ട്, ഹദീസിലുമുണ്ട്, ഇജ്മാ പ്രകാരവുമുണ്ട്. എന്തിൻ്റെ മേൽ? അലാ വുജൂബി തൗബത്തി, തൗബ ചെയ്യൽ നിർബന്ധമാണ് എന്നതിൻ്റെ മേൽ. തൗബ ചെയ്യൽ നിർബന്ധമാണ് എന്നതിൻ്റെ മേൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇജ്മായിൽ നിന്നും ഇജ്മാവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരുപാട് തെളിവുകളുണ്ട്, വ്യക്തമായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് പറയുന്നു. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, വത്തൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. തൂബൂ ഇലല്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് പൂർണ്ണമായും തൗബ ചെയ്ത് മടങ്ങണം. പൂർണ്ണമായും തൗബ ചെയ്ത് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. അയ്യുഹൽ മുഅ്മിനൂൻ, ഏ സത്യവിശ്വാസികളെ. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാവാൻ വേണ്ടി. നിങ്ങൾ വിജയികളാവാൻ വേണ്ടി. വഖാല തആല ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം, ചെയ്യണം. സുമ്മ തൂബൂ ഇലൈഹി, ശേഷം അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും വേണം. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ തൗബ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, എന്നിട്ട് അള്ളാഹുവിലേക്ക്
തൗബ ചെയ്ത് മടങ്ങുകയും വേണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? വിമാന ഓക്കെ അല്ലേ? ഖാല തആല, അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ തൗബ ചെയ്യണം, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. തൗബത്തൻ നസൂഹ, പൂർണ്ണമായ സമ്പൂർണമായ തൗബ, നസൂഹായ തൗബ, ആത്മാർത്ഥമായ തൗബ ചെയ്ത് മടങ്ങണം. ഓക്കെ. 13. وعن أبي هريرة رضي الله تعالى عنه, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, قال سمعت رسول الله صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നി, തീർച്ചയായും ഞാൻ, ല അസ്തഗ്ഫിറുല്ലാഹ, ഞാൻ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നു, വഅതൂബു ഇലൈഹി, അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നു. പാപമോചനം തേടുകയും അതുപോലെ തൗബ ചെയ്യുകയും ചെയ്യുന്നു. ഫിൽ യൗമി, ഒരു ദിവസം, അക്സറ മിൻ 70 മറ, 70 പ്രാവശ്യത്തിലധികം, ദിവസവും 70-ലധികം പ്രാവശ്യം അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും പാപമോചനം തേടുകയും ചെയ്യാറുണ്ട്. ആരാണത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു തെറ്റും ചെയ്യാത്ത, നുബുവത്തിനു മുമ്പും നുബുവത്തിന് ശേഷവും ചെറുതും വലുതും ഒരു തെറ്റും സംഭവിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം 70-ലേറെ തവണ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര തവണ ചൊല്ലണം? അപ്പം നമ്മളും ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. വഅനിൽ അഗ്രി ബിൻ യസാർ അൽ-മുസനി റളിയല്ലാഹു അൻഹു ഖാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. വസ്തഗ്ഫിറൂഹു, നിങ്ങൾ അവനോട് പൊറുക്കലിനെ തേടുകയും വേണം. ഫഇന്നി, കാരണം തീർച്ചയായും ഞാൻ, അതൂബു, ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, ഫിൽ യൗമി, ദിവസം, ഒരു ദിവസം, 100 മറത്തിൻ, 100 തവണ, 100 തവണ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും പാപമോചനം തേടുകയും വേണം. റവാഹു മുസ്ലിമുൻ റളിയല്ലാഹു അൻഹു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലാസ് പോകണ്ട. പരിഷ്കാരം ഇപ്പം ഉണ്ടാവില്ലേ? നാളെ കഴിഞ്ഞ് സ്കൂളിൽ പരിപാടി, ഇന്ന് രാവിലെ സ്കൂളിൽ പരിപാടി ഉണ്ട് പറഞ്ഞു. ഇന്ന് സ്കൂളിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ന് വൈകുന്നേരം നാളെ സ്കൂളിൽ വേണ്ടിയിരുന്നു. 1-ാം ക്ലാസ്സിൽ എടുക്കാനാ പ്ലാന്? അവരുടെ ശരി സ്ഥലത്ത് പറഞ്ഞിരുന്നു. ഇപ്പോൾ വേണ്ടതായാലും വേണ്ട. അപ്പോൾ ഇപ്പോൾ ഏതായാലും വേണ്ട, ഞാൻ കൊടുക്കാനായില്ലേ? ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ?
യെസ്, 15. വഅൻ അബി ഹംസത അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആരാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു? ഖാദിമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമാണ്, സേവകനാണ്. 10 വയസ്സിൽ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ്. അങ്ങനെ 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സേവനം ചെയ്തു ഇദ്ദേഹം. അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ 10 വർഷം ഞാൻ ഖിദ്മത്ത് ചെയ്തു, എന്നോട് ദേഷ്യപ്പെടുകയോ ഞാനൊരു കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ നീ അത് ചെയ്യാതിരുന്നത് എന്നോ, ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ എന്തിനാണ് നീ അത് ചെയ്തത് എന്നോ വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു ചോദ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഖാദിമാണ്, നബി തങ്ങളുടെ ഖാദിം, സേവകനാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലല്ലാഹു, തീർച്ചയായും അല്ലാഹു, അഫ്റഹു, കൂടുതൽ സന്തോഷിക്കുന്നു, ബി തൗബത്തി അബ്ദിഹി, അവൻ്റെ അടിമയുടെ തൗബ കാരണം അല്ലാഹു സന്തോഷവാനാണ്, മിൻ അഹദിക്കും, നിങ്ങളിൽ നിന്നും ഒരാൾ സന്തോഷിക്കുന്നതിനേക്കാൾ, നിങ്ങളിൽ നിന്നും ഒരാൾക്ക് സന്തോഷമുണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷം അള്ളാഹുവിനുണ്ട് ഒരടിമ തൗബ ചെയ്യുമ്പോൾ. ഒരടിമയുടെ തൗബ കാരണമായി അള്ളാഹു കൂടുതൽ സന്തോഷിക്കുന്നു നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തേക്കാൾ. എങ്ങനെയാ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? സഖത, അലാ ബഈരിഹി വഖദ് അളല്ലഹു ഫി അർദിൻ ഫലാത്തിൻ. സഖത അലാ ബഈരിഹി, ഒട്ടകം നഷ്ടപ്പെട്ടു. വഖദ് അളല്ലഹു ഫി അർദിൻ ഫലാത്തിൻ, മരുഭൂമിയിൽ നിങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു. അപ്പൊ മരുഭൂമിയിൽ നഷ്ടപ്പെട്ട അവൻ്റെ ഭാഗത്തുനിന്നും നഷ്ടപ്പെട്ടു പോയ ഒട്ടകം അവന് തിരിച്ചു കിട്ടി. സഖത്ത അലാ ബഈരിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒട്ടകം അവന് തിരിച്ചു കിട്ടി. വഖദ് അളല്ലഹു, ആ ഒട്ടകം അവനിൽ നിന്നും നഷ്ടപ്പെട്ടു, ഫി അർദിൻ ഫലാത്തിൻ, മരുഭൂമിയിൽ വെച്ച് ഒട്ടകം നഷ്ടപ്പെടുകയും പിന്നീട് ആ ഒട്ടകം തിരിച്ചു ലഭിച്ചാൽ എത്ര സന്തോഷമുണ്ടാവും നിങ്ങളിൽ ഒരാൾക്ക്. ആ വ്യക്തി സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ തൗബ ചെയ്യുമ്പോൾ അല്ലാഹുവിന് സന്തോഷമുണ്ടാകും. മുത്തഫഖുൻ അലൈഹി. വഫീ റിവായത്തിൻ ലി മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിലുണ്ട്, ലല്ലാഹു അശദ്ദു, അല്ലാഹു കൂടുതൽ ശക്തിയുള്ളവനാണ്, ഫറഹൻ, സന്തോഷത്താൽ, കൂടുതൽ ശക്തിയായി സന്തോഷിക്കുന്നു, ബി തൗബത്തി അബ്ദിഹി, അവൻ്റെ അടിമയുടെ തൗബ, അടിമ തൗബ ചെയ്യുമ്പോൾ കൂടുതൽ ശക്തിയായി സന്തോഷിക്കുന്നു. ഹീന
യതൂബു ഇലൈഹി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുമ്പോൾ മിൻ അഹദിക്കും നിങ്ങളിൽ ഒരാളേക്കാൾ, നിങ്ങളിൽ നിന്നും ഒരാൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷം അള്ളാഹുവിൻ്റെ അടിമ തൗബ ചെയ്യുമ്പോൾ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുമ്പോൾ അള്ളാഹുവിനക്ക് ശക്തിയായ സന്തോഷമുണ്ടാകുന്നു. കാന ആ അദ്ദേഹം എവിടെയായിരുന്നു? കാന അല റാഹിലത്തിഹി അവൻ തൻ്റെ വാഹനപ്പുറത്ത് ഒട്ടകപ്പുറത്തായിരുന്നു. ഫി അർദിൻ ഫലാത്തിൻ ഒരു മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫംഫലത്തത് മിൻഹു ആ വാഹനം നഷ്ടപ്പെട്ടു, അവനിൽ നിന്നും നഷ്ടപ്പെട്ടു. വഅലൈഹ ആ വാഹനത്തിൻ്റെ പുറത്തുണ്ട് ത്വആമുഹു ഭക്ഷണമുണ്ട്, അവനക്കുള്ള ഭക്ഷണം ആ വാഹനത്തിലുള്ളത്. വശറാബുഹു വെള്ളവും അവനാണുള്ളത്, ആ ഒട്ടകത്തിൻ്റെ പുറത്താണുള്ളത്. ഭക്ഷണവും വെള്ളവും ആ ഒട്ടകത്തിൻ്റെ മേലാണുള്ളത്. ആ ഒട്ടകമാണ് നഷ്ടപ്പെട്ടത്. ഫഅയിസ മിൻഹ അങ്ങനെ ആ ഒട്ടകത്തെ കാണാതെ അദ്ദേഹം നിരാശനായി. ഒട്ടകത്തെ കാണാതെ അവൻ നിരാശനായി. അങ്ങനെ ഫഅതാ ഷജറത്തൻ ഒരു മരത്തിൻ്റെ സമീപത്ത് അദ്ദേഹം ചെന്നു. ഒരു മരത്തിൻ്റെ സമീപത്തിൽ അവൻ ചെന്നു. എന്നിട്ട് ഫൽതജഅ ഫീ ളില്ലിഹ അതിൻ്റെ തണലിൽ അവൻ അല്പനേരം കടന്നു. വഖദ് ഐസ മിൻ റാഹിലത്തിഹി നിരാശയുണ്ട്, ഒട്ടകത്തെ കാണാതെ അവൻ പൂർണ്ണമായി നിരാശയിലായിരുന്നു. ഒട്ടകത്ത് തിരിച്ചു കിട്ടുമോ എന്നുള്ള വിഷയത്തിൽ പൂർണ്ണ നിരാശനായിട്ട് ഇരുന്നു. അപ്പോൾ ബൈനമാ ഹുവ ഖദാലിക് കാര്യം അങ്ങനെയായിരിക്കെ ഇദാ ഹുവ ബിഹ ആ ഒട്ടകം അവനുണ്ട് ഒട്ടകത്തിൻ്റെ അടുക്കൽ ഖായിമത്തനുണ്ട് അവൻ്റെ മുമ്പിൽ ഒട്ടകം വന്ന് നിൽക്കുന്നു. ഒട്ടകം അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫഅഖദ ബിഖിതാമിഹ അങ്ങനെ അദ്ദേഹം ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ചു. എന്നിട്ട് സുമ്മഖാല പിന്നെ അവൻ പറഞ്ഞു മിൻ ശിദ്ദത്തിൽ ഫറഹ് ഭയങ്കര സന്തോഷത്തോടു കൂടെ അവൻ പറഞ്ഞു, ശക്തമായ സന്തോഷത്തിൽ അവൻ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക് അല്ലാഹുവേ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ നാഥനും. അഖ്തഅ അവന് പഴച്ചു മിൻ ശിദ്ദത്തിൽ ഫറഹി സന്തോഷം കൂടിയപ്പോൾ പഴച്ചു. എങ്ങനെ പറയേണ്ടത്? അല്ലാഹുമ്മ അൻത റബ്ബുക വ അന അബ്ദി അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക എന്നാ പറയേണ്ടത്. നേരെ തിരിച്ചു. ഇവൻ സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു? അങ്ങോട്ട് പഴച്ചു പറഞ്ഞു. അപ്പോൾ അത്രയും വലിയ സന്തോഷം ഈ വ്യക്തിക്ക് ഉണ്ടായി. ഈ വ്യക്തിക്കുണ്ടാകുന്ന സന്തോഷത്തിനേക്കാൾ വലിയ രൂപത്തിലുള്ള സന്തോഷം ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട് എന്നർത്ഥം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ അടിമ തൗബ ചെയ്യുന്നത്. അടുത്തത് പറയാം, ഒരു ഹദീസും കൂടി പറയാം. 16 وعن أبي موسى عبد الله بن قيس الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال إن الله തീർച്ചയായും അല്ലാഹു
യബ്സുത്തു യദഹു ബില്ലൈൽ, രാത്രിയിൽ അവന്റെ കാരുണ്യം വിശാലമാക്കുന്നതാണ്. രാത്രിയിൽ അവന്റെ കാരുണ്യം വിശാലമാക്കും. ഒരുപാട് കാരുണ്യം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കൈ നീട്ടിവെക്കും എന്നാണ് അതിൻ്റെ അർത്ഥം, വാക്കർത്ഥം. പക്ഷെ അത് കൈ അഴച്ചു കൊടുക്കുന്നൊക്കെ പറയില്ല നമ്മൾ. ധാരാളം അനുഗ്രഹം ചെയ്തു കൊടുക്കും എന്നർത്ഥം. അള്ളാഹുവിന് കൈയില്ലല്ലോ, കൈയുണ്ട് നമ്മൾ പറയാൻ പറ്റില്ല. അപ്പൊ ഇന്നല്ലാഹ തആല യബ്സുത്തു യദഹു ബില്ലൈൽ, രാത്രിയിൽ അവന്റെ അനുഗ്രഹം പരത്തിക്കൊടുക്കും, വിശാലമായി കൊടുക്കും. ലിയതൂബ മുസീഉൻ നഹാരി, പകൽ സമയത്ത് പാപം ചെയ്തവരുടെ, നഹാർ എന്ന് പറഞ്ഞ പകല്, മുസീ എന്ന് പറഞ്ഞ ദോഷം ചെയ്തവർ, പകൽ സമയത്ത് പാപം ചെയ്തവർ, ദോഷം ചെയ്തവരുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി. അപ്പോൾ പകലില് തെറ്റ് ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു ഒരുപാട് അനുഗ്രഹം രാത്രിയിൽ ചെയ്യും. ഇനിയോ വയബ്സുതു യദഹു ബിന്നഹാരി, പകൽ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം വർഷിക്കും, ധാരാളം കാരുണ്യം ചെയ്യും. ലിയതൂബ മുസീഉൽ ലൈലി, രാത്രിയിൽ ദോഷം ചെയ്തവരുടെ തൗബ സ്വീകരിക്കാൻ. പകല് രാത്രി, അപ്പോ പകൽ സമയത്തും അള്ളാഹു കാരുണ്യം വർഷിച്ചു കൊണ്ടിരിക്കുന്നു. രാത്രി കാലത്ത് ആരെങ്കിലും വല്ല തെറ്റും ചെയ്ത് ഉണ്ടെങ്കിൽ ആ തെറ്റിന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, കാരുണ്യം വിശാലമാക്കുകയാണ്. എത്ര സമയം വരെ എന്നറിയോ ഇത്? ഹത്താ തത്ലുഅ അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ, മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ, അതായത് ഖിയാമത്ത് നാൾ വരെ എന്നർത്ഥം. ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലിയറല്ലേ? സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ. അടുത്ത ഹദീസും ഇതേ ആശയാണ്, അതുകൂടി ഒന്ന് പറയാം. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ, ആരെങ്കിലും, താബ, അവൻ തൗബ ചെയ്താൽ, ഖബ്ല അൻ തത്ലുഅ അശ്ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നതിനു മുമ്പ്, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നതിനു മുമ്പ് ആരെങ്കിലും തൗബ ചെയ്താൽ, താബല്ലാഹു അലൈഹി, അല്ലാഹു അവന്റെ മേൽ തൗബ സ്വീകരിക്കുന്നതാണ്. അല്ലാഹു തൗബ സ്വീകരിക്കുന്നതാണ്.